എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് മാസം 31 മുമ്പ് തന്നെ സമ്പന്നതയുടെ പരകോടിയിൽ എത്തുന്ന നക്ഷത്ര ജാതകർ. ഈ കാര്യം എനിക്ക് 100% തറപ്പിച്ചു പറയാൻ സാധിക്കും. ഇത് ഒരു മാറ്റവും ഉണ്ടാകാത്ത പ്രവചനം തന്നെയാണ്. സമ്പന്നതയുടെ പരകോടിയിൽ എത്തുകയും ജീവിതം മെച്ചപ്പെടുകയും ചെയ്യുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ട് വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരികയാണ്. ഒപ്പം ദോഷപരിഹാര കർമ്മങ്ങളും നിങ്ങൾക്കായിട്ട് ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച്. കർമ്മരംഗത്ത് സഹപ്രവർത്തകരിൽ നിന്നും ചില സഹായങ്ങൾ ഈ മാർച്ച് മാസത്തിൽ 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളും തുടർച്ചയായിട്ട് ഇവർക്ക് ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വിജയസാധ്യത വളരെ കൂടി വരുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് അന്യദേശത്ത് ഔദ്യോഗിക മേഖലയിൽ ഉന്നതി പ്രതീക്ഷിക്കാം. സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില അപ്രതീക്ഷിത അവാർഡുകൾ ലഭിക്കാൻ സാധ്യതകളുണ്ട്. പൊതുരംഗത്ത് കളം നിറഞ്ഞ പ്രകടനം കാഴ്ചവെക്കും. മൗനാനുരാഗം തീവ്രമാകുകയും അത് പങ്കാളിയോട് തുറന്നു പറയാനുള്ളൊരു അവസരവും ചിത്തിര നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് വിജയിക്കുകയും ചെയ്യും. ചികിത്സാ രീതികളിൽ പ്രശസ്തിയും ധനപരവും ലഭിച്ചു തുടങ്ങും. അന്യദേശത്ത് കരാർ പണികളിൽ ആദായം വർദ്ധിക്കും. സന്താനത്തിന് ദൂരദേശത്തു നിന്നും മേന്മയുള്ള മംഗല്യഭാഗ്യം ലഭിക്കും. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ പ്രമോഷൻ തടസ്സം മാറും. ആഗ്രഹിച്ച വാഹനം സ്വന്തമാക്കും. ചിത്തിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, കറുകമാല, മോദകം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, വെടി വഴിപാട് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ദൂരദേശത്ത് ശുഭകാര്യ യോഗത്തിന് വഴിയൊരുങ്ങുകയാണ് മാർച്ച് മാസം. ഉഷ്ണരോഗങ്ങൾ ബുദ്ധിമുട്ടിക്കാനും സാധ്യത കൂടുതലുള്ള ദിവസമാണ് ചോതി നക്ഷത്രക്കാർക്ക്. ഏറ്റെടുക്കുന്ന ദൗത്യം പൂർത്തിയാക്കാൻ അപ്രതീക്ഷിത സഹായങ്ങൾ ഉണ്ടാകും. പുതിയ തൊഴിൽ സ്ഥലത്ത് നിന്നും മികച്ച ഓഫറുകൾ ലഭിക്കും. അധികാരം നിലനിർത്താൻ ചാണക്യതന്ത്രം പയറ്റും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യും. റിയൽ എസ്റ്റേറ്റിൽ പ്രതീക്ഷ പൂവണിയും. അതുപോലെ തന്നെ കോടതി കാര്യങ്ങൾക്കുള്ള വിലപ്പെട്ട രേഖകൾ സ്വന്തമാക്കും. വിവാദങ്ങളിൽ നിന്നും ഇരുചെവി അറിയാതെ ഒഴിഞ്ഞു മാറണം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കടക്കണിയിൽ ചാടാതിരിക്കുക. ചോതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് മഹാദേവന് ധാര, പിൻവിളക്ക്, കുവളമാല, ശ്രീരാമന് നെയ്വിളക്ക്, അവൽ, ഹാരം, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ദൂരദേശത്ത് ധനവരവിൽ മാറ്റം ഉണ്ടാകും. പ്രമോഷൻ തടസ്സവാദം മാറ്റിയെടുക്കാൻ സാധിക്കും. കുടുംബകാര്യങ്ങളിൽ ബന്ധുക്കൾ സഹകരിക്കുന്നത് ഏറെ സന്തോഷം നൽകും. പൊതുരംഗത്ത് എതിരാളികളെ അമ്പരപ്പിക്കുന്ന തരത്തിൽ വളർച്ചകൾ നേടും. സാങ്കേതിക രംഗത്ത് മികച്ച റിസൾട്ടിന് യോഗം. സന്താനത്തിന് അന്യദേശത്ത് കർമ്മഗതിയിൽ ഗുണകരമായ പുരോഗതി. ഇഷ്ടക്കാരുടെ സൗന്ദര്യ പിണക്കം മാറ്റിയെടുക്കാൻ സാധിക്കും. ഉല്ലാസയാത്ര പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടക്കും. അയൽ സംസ്ഥാനത്ത് ഗൃഹവിൽപ്പനയിൽ നേട്ടം പ്രതീക്ഷിക്കാം. കലാരംഗത്ത് അന്തർദേശീയ പ്രശസ്തി, സുഹൃത്തുക്കളുമായിട്ട് പുതിയ കച്ചവട ബന്ധം എന്നിവ വിശാഖം നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് കറുകമാല,
നെയ്വിളക്ക്, നാളികേരം, ദുർഗയ്ക്ക് വസ്ത്രം, പൊങ്കാല, അർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മാർച്ച് മാസത്തിൽ ഇന്ന് മുതൽ 31 വരെ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഗുണ അനുഭവങ്ങൾ തന്നെയാണ്. മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് കർമ്മരംഗത്ത് വ്യക്തിഗത നേട്ടം നേടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും. ദൂരദേശത്ത് ഉപരിപഠന യോഗം, വിദേശ കമ്പനിയിൽ നിന്നും തൊഴിലിന് ക്ഷണം, പ്രണയബന്ധം സഫലമാകാനുള്ള സാധ്യതകൾ, ആഗ്രഹിച്ച ഇലക്ട്രോണിക് വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കാൻ യോഗം, സംഗീത മേഖലയിൽ ബഹുമതി, വ്യോമയാന രംഗത്ത് തിരിച്ചുവരവ് നടത്താൻ സാധ്യത, തൊഴിൽ സംഘർഷം ഒഴിവാക്കാൻ ചർച്ചകൾ പൂർത്തിയാക്കാൻ അവസരം എന്നിവ ലഭിക്കും. അനിഴം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം, ഹാരം, ഭഗവതിക്ക് പൊട്ടുതാലി, വസ്ത്രം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കാത്തിരിക്കുന്നത് തൊഴിലിൽ വലിയ പുരോഗതി തന്നെയാണ്. വിവരസാങ്കേതിക മേഖലയിലുള്ള ഇവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള ചില നടപടികൾ ഉണ്ടാകും. കലാരംഗത്ത് ശക്തമായ തിരിച്ചുവരവിനും വഴിയൊരുക്കും. അതുപോലെ തന്നെ സ്വദേശത്ത് പുത്തൻ ഗൃഹയോഗം, ഏജൻസിയിൽ ആദായം, നിർമ്മാണ മേഖലയിൽ കാര്യമായ അഴിച്ചുപണി, അയൽ സംസ്ഥാനത്ത് സാങ്കേതിക രംഗത്ത് മികച്ച അവസരം, ബിസിനസ് രംഗത്ത് ശക്തമായ കുതിപ്പിന് അനുകൂല സമയം, ഭാവി ഭദ്രമാക്കാൻ കരുതൽ ധനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാനും സാധിക്കും. ദൂരദേശ യാത്രയ്ക്ക് ബന്ധുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ധനസഹായം ഉണ്ടാകും. വളർത്തുമൃഗങ്ങളിൽ നിന്നും ആദായം കൂടും. ദോഷപരിഹാരങ്ങൾക്ക് പാർവതിക്ക് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഹാരം, അന്നദാനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തൃക്കേട്ട നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുക. ഭാഗ്യത്തിൽ നിന്നും കൂടുതൽ ഭാഗ്യത്തിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചതയം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. തൊഴിലിൽ ചില അനുകൂല സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരും. കോടതി കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. കുടുംബകാര്യത്തിൽ അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് അവസരങ്ങളുണ്ട്. ദൂരദേശത്ത് പുത്തൻ സംരംഭങ്ങൾക്ക് വേഗത വർദ്ധിക്കും. കലാരംഗത്ത് അഭ്യുതകാംക്ഷികൾ അകമഴിഞ്ഞുള്ള സഹായങ്ങൾ നൽകും. രജിസ്ട്രേഷൻ കാര്യങ്ങൾക്ക് അടിയന്തര പേപ്പറുകൾ ശരിയാകും. വിവരസാങ്കേതിക സ്ഥാപനത്തിൽ നിന്നും മാറ്റം ഉണ്ടാകും. ആധുനിക സാങ്കേതിക വിദ്യയിൽ ഉപരിപരിശീലനം, സന്താനത്തിന് പുത്തൻ വാഹനം വാങ്ങാൻ അവസരം, ഭാര്യ വീട്ടുകാരിൽ നിന്നും ഊഷ്മളമായ സഹകരണം എന്നിവ പ്രതീക്ഷിക്കാം. ചതയം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര, കൂവളമാല, ഭസ്മാർച്ചന, ഭഗവതിക്ക് വസ്ത്രം, നെയ്വിളക്ക്, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ചതയം നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുക. ഇനി പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക വിഷമത അകലും. ദൂരദേശത്ത് അപ്രതീക്ഷിത തൊഴിൽ ഭാഗ്യം, ശത്രുദോഷം കുറയും. കരകൗശല വസ്തുക്കളുടെ ഏജൻസിയിൽ നേട്ടം. ദൂരദേശത്ത് ബിസിനസ് സമുച്ചയത്തിൽ സ്വന്തം സ്ഥാപനം തുറക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിയമ നടപടികൾ വരാതെ സൂക്ഷിക്കണം. നറുക്കെടുപ്പിൽ സമ്മാനം. വിനോദസഞ്ചാര മേഖലയിൽ പുതിയ പങ്കാളിയെ കണ്ടെത്താൻ അവസരം. മത്സ്യബന്ധന മേഖലയിൽ സർക്കാർ സഹായം. അതുപോലെ തന്നെ തണുത്തുകിടന്ന പ്രണയം വീണ്ടും ശക്തമാകാൻ സാധ്യത. അഭിഭാഷക രംഗത്ത് തിളക്കം എന്നിവ കാണുന്നു. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ദുർഗയ്ക്ക് പൊട്ടുതാലി, അർച്ചന, വസ്ത്രം, ഹാരം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അവസാനത്തെ നക്ഷത്ര ജാതകരായ രേവതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ലാഭകരമായ സംഗതികൾ വർദ്ധിക്കും. തുറമുഖ വകുപ്പിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രമോഷൻ സാധ്യതയുണ്ട്. രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയക്രമം അനുസരിച്ച് പൂർത്തിയാകും. കലാരംഗത്ത് അന്തർദേശീയ പുരസ്കാരങ്ങൾ.
കായിക വകുപ്പിൽ നിന്നും ക്യാഷ് അവാർഡ്, മാതൃസ്വത്തിൽ ഗൃഹനിർമ്മാണ യോഗം, പലിശ ഇളവ് പദ്ധതികളിൽ നിന്നും പ്രയോജനം, തകർച്ച നേരിടുന്ന സഹോദര സ്ഥാപനങ്ങൾക്ക് പുതിയ ഊർജം പകരുന്നതിന് അവസരം, മറ്റുള്ളവരെ അമ്പരപ്പിച്ചുകൊണ്ട് അധികാരപരിധിയിൽ ശക്തമായി തിരിച്ചുവരവ് നടത്താൻ സാധിക്കും, ഗവേഷണ രംഗത്ത് സ്കോളർഷിപ്പ് വാടക വരുമാനം കൂടും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.